അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. നാം നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താകുന്ന നിസ്കാരം. അതിൽ ധാരാളം സുന്നത്തുകൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ നിസ്കാരം അത് പരിപൂർണതയിലെത്തുകയുള്ളൂ. വെറും കുനിയലും നിവരലും മാത്രമായി നമ്മുടെ നിസ്കാരം മാറരുത്. മറിച്ച് അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, സുന്നത്താണെങ്കിലും ഫർളാണെങ്കിലും മറ്റേത് വിഷയങ്ങളാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടെ എൻ്റെ നിസ്കാരം അത് പൂർണ്ണാർത്ഥത്തിൽ എനിക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കണം എന്ന ആഗ്രഹത്തോടുകൂടെ പഠിക്കാനുള്ളവ പഠിച്ച് മനസ്സിലാക്കേണ്ടവ മനസ്സിലാക്കി കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ ഇബാദത്ത്, നിസ്കാരം അടക്കമുള്ള ഏത് ഇബാദത്താണെങ്കിലും അത് അതിൻ്റെ പരിപൂർണമായ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരമാണോ നമുക്ക് നിസ്കാരം നമ്മെ പഠിപ്പിച്ചു എന്നത് അപ്രകാരം തന്നെ നിർവഹിക്കാൻ ശ്രമിക്കണം. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരമാണോ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ട് അത് അപ്രകാരം തന്നെ നിങ്ങൾ മനസ്സിലാക്കി അപ്രകാരം തന്നെ നിസ്കരിക്കണേ എന്നുള്ള നിർദ്ദേശം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന അവസരത്തിൽ നമ്മുടെ ഇരു കരങ്ങളും ചുമലിന് നേരെ, ചൊവ്വിത്തട്ടിക്ക് താഴെയായി തള്ളവിരൽ വരുന്ന രൂപത്തിൽ ചുമലിന് നേരെ നമ്മുടെ കൈകൾ ഉയർത്തുക. ആ കൈവള്ളകൾ ഖിബ്ലയുടെ ഭാഗത്തേക്കാകുന്ന രൂപത്തിൽ പിടിച്ച് രണ്ട് കൈകളും തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ അവസരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈകൾ ഉയർത്തണം. ഈ കൈകൾ ഉയർത്താൻ തുടങ്ങുമ്പോഴാണ് അല്ലാഹു അക്ബർ തക്ബീർ തുടങ്ങേണ്ടത്. അങ്ങനെ അക്ബർ എന്നുള്ള റാ ഉച്ചരിക്കുമ്പോൾ ഈ രണ്ട് കൈകളും ചുമലിന് നേരെയായി അങ്ങനെ അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം പുക്കളിൻ്റെയും നെഞ്ചിൻ്റെയും ഇടയിൽ ഉള്ള സ്ഥലത്ത് അത് വെക്കുക. ഇതാണ് പ്രകാരമാണ് സുന്നത്തായിട്ടുള്ളത്. അപ്രകാരമാണ് ഫുഖഹാ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ രണ്ട് കരങ്ങൾ റുക്കൂഇലേക്ക് പോകുമ്പോഴും റുക്കൂഇൽ നിന്ന് ഉയരുമ്പോഴും ചുമലിന് നേരെ ഉയർത്തുക എന്നുള്ളത് സുന്നത്താണ്. അതുപോലെ 3 റക്അത്തുൽ അതല്ലെങ്കിൽ 4 റക്അത്തുൽ നിസ്കാരത്തിൽ ആദ്യത്തെ അത്തഹിയ്യാത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഇരു കരങ്ങളും തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ അവസരത്തിൽ നാം ചുമലിന് നേരെ ഉയർത്തിയതുപോലെ ഉയർത്തിയിട്ടാണ് ഈ പറയപ്പെട്ടതുപോലെ നെഞ്ചിൻ്റെയും പുക്കളിൻ്റെയും ഇടയിലുള്ള സ്ഥലത്ത് വെക്കേണ്ടത്. ഇതെല്ലാം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു സയ്യിദന അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവർകൾ പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യർഫഉ യദൈഹി, അവിടുത്തെ ഇരു കരങ്ങൾ ഉയർത്തുമായിരുന്നു, ഹദ്വ മങ്കിബൈഹി, രണ്ട് ചുമലിൻ്റെ നേരെ. എപ്പോൾ ഇദഫ്തതഹ സ്വലാത്ത, നിസ്കാരം തുടങ്ങുമ്പോൾ അഥവാ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ അവസരത്തിൽ. അതുപോലെ വൈദാ കബ്ബറ ലിർറുകൂഇ, റുകൂഇലേക്ക് കുനിയാൻ വേണ്ടി തക്ബീർ ചൊല്ലുമ്പോഴും വൈദാ റഫഅ റഅസഹു മിനർ റുകൂഇ, റുകൂഇൽ നിന്ന് അവിടുത്തെ തല ഉയർത്തുമ്പോഴും റഫഅഹുമാ, ഈ രണ്ട് കൈകൾ ഉയർത്തുമായിരുന്നു. കദാലിക അയ്ളൻ, നേരത്തെ ചെയ്തതുപോലെ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ അവസരത്തിൽ ചുമലിന് നേരെ ഉയർത്തിയതുപോലെ റസൂലുള്ളാഹി തങ്ങൾ റുകൂഇലേക്ക് പോകുമ്പോഴും റുകൂഇൽ നിന്ന് ഉയരുമ്പോഴും അപ്രകാരം ചെയ്യുമായിരുന്നു. വഖാല, എന്നിട്ട് അവിടുന്ന് പറയും സമി അല്ലാഹു ലിമൻ ഹമിദഹ്, സമി അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് റുകൂഇൽ നിന്ന് ഉയരുക. റബ്ബന വലക്കൽ ഹംദ് എന്ന് അവിടുന്ന് പറയും എഴുത്തുദാൽ. എന്നാൽ സുജൂദിലേക്ക് പോകുമ്പോൾ, എല്ലാ റക്അത്തുകളും സുജൂദിലേക്ക് പോകുമ്പോൾ ഈ പറയപ്പെട്ടതുപോലെ ചുമലിന് നേരെ കൈ ഉയർത്തേണ്ടതുണ്ടോ? ഇല്ല. വക്കാന, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നു ലാ യഫ്അലു ദാലിക, ഇപ്രകാരം ചുമലിന് നേരെ കൈകൾ ഉയർത്തുമായിരുന്നില്ല. ഫിസ്സുജൂദി, സുജൂദിലേക്ക് പോകുന്ന അവസരത്തിൽ ഒരിക്കലും എന്താക്കുമായിരുന്നില്ല, ചുമലിന് നേരെ ഉയർത്തി കെട്ടുമായിരുന്നില്ല എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യതയോടുകൂടെ നിസ്കരിക്കാൻ നമുക്ക് സാധ്യമാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.